SSCയുടെ CHSL എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ CHSLൻ്റെ എക്സാം 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നോക്കാൻ പറ്റുമായിരുന്നു. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ഒരുപാട് പേർക്ക് ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആയത് കണ്ടു. അങ്ങനെ റിജക്റ്റഡ് ആയി ആപ്ലിക്കേഷൻസ് റിജക്റ്റഡ് ആയതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ പറ്റാഞ്ഞ ഒരുപാട് പേർക്കുണ്ട്. അവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് ഇൻഫർമേഷൻ. അത് ശ്രദ്ധയോടെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ കാണുക. എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണ് കാരണം എന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററിലും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ കോഴ്സ് പഠിക്കുന്നവരിലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആയി എക്സാം എഴുതാൻ പറ്റുന്നില്ല. അതിൻ്റെ റീസൺ ചോദിച്ചപ്പോൾ അവർക്കെല്ലാം കൂടുതൽ പേരും പറഞ്ഞത് അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ ഇത് ബ്ലർഡ് ആയിട്ട് ഉള്ളതാണെന്നാണ് റെസ്പോൺസ് കിട്ടുന്നത് എന്നൊരു കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പോൾ അങ്ങനെ റെസ്പോൺസ് കാണിച്ച ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ അങ്ങനെയായിരുന്നു. ഒന്നുകിൽ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ ബ്ലർഡ് ആയതോ അക്സെപ്റ്റഡ് അല്ലാത്തതോ ആയ കാരണം കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആയതാണെങ്കിൽ നിങ്ങൾക്ക് ഒരവസരം കൂടിയുണ്ട്. ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അർജന്റ്ലി ഇപ്പോൾ വന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, റീസെൻ്റ് ആയിട്ട് വന്നതാണ്. മാത്രമല്ല എക്സാമിന് വളരെ ചുരുക്കം ദിവസം കൂടി നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇൻഫർമേഷൻ ഏറ്റവും ക്രൂഷ്യൽ ആണെന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ദിവസങ്ങളിലായിട്ട് ഒരുപാട് പേര് വളരെ ടെൻഷനായിട്ട് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല, റിജക്റ്റഡ് ആയി, ഇനി എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇത് സാധാരണ കുറച്ച് പേർക്കൊക്കെ ഹാപ്പൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ബൾക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ഇങ്ങനെ പ്രശ്നം കണ്ടു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ തന്നെ ഒരുപാട് പേര് ഈ പ്രശ്നമുള്ളതായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരെന്നോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ദിശ അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ മെയിൽ നമ്മളും പ്രൊസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളൊരു ഒഫീഷ്യൽ മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസ്പോൺസിനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആയതിൻ്റെ റീസൺ ഒന്നുകിൽ നിങ്ങളുടെ ഫോട്ടോ ബ്ലർഡ് ആയതോ അല്ലെങ്കിൽ നിങ്ങളുടെ സൈൻ ബ്ലർഡ് ആയതോ ആണ് കാരണം എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരവസരം കൂടിയുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു സമയം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് 22/6/2024 മുതൽ 24/6/2024 വരെ, അതായത് നാളെ തുടങ്ങുകയാണ് ഡേറ്റ്. നാളെയും മറ്റന്നാളും അടുത്ത ദിവസം 22, 23, 24 ഈ 3 ദിവസം മാത്രം നിങ്ങൾക്കൊരു സമയമുണ്ട്. നിങ്ങളുടെ ഫോട്ടോസ് കൃത്യമായിട്ടുള്ള ഫോർമാറ്റിലാണോ ബ്ലർഡ് അല്ല എന്ന് വ്യക്തമായിട്ട് ഉറപ്പ് വരുത്തുക. അതുപോലെ ക്വാളിറ്റിയുള്ള പിക്ചറാണ്, പറഞ്ഞ റെസൊല്യൂഷനിലുള്ളതാണെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. പിക്ചർ നിങ്ങളുടെ ഫോട്ടോ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ആണെങ്കിലും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നാളെയും മറ്റന്നാളും കൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തോളുക. അങ്ങനെയുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടി തരുന്നുണ്ട് എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഈ ഒരു PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആക്കും. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇൻഫർമേഷൻ ഒന്നുകൂടെ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ SSC CHSL 2024 പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകൂടി കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്തു തരുന്നു എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ പറയുന്ന കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ പറയുന്നത് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആക്കുന്ന കാര്യമാണ്. 22-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ് കറക്ഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയതിൻ്റെ കാരണം നിങ്ങളുടെ ഫോട്ടോ ബ്ലർഡ് ആയതോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചർ, ഈ 2 കാരണങ്ങളാണ് മാത്രമാണെങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു തരത്തിൽ അപ്ഡേറ്റ് ചെയ്യാനും കറക്ഷൻ വിൻഡോ വഴി മാറ്റം വരുത്താനും പറ്റും. വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ടാണ് നിങ്ങളുടേത് റിജക്റ്റഡ് ആയതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ ഒരു കറക്ഷൻ വിൻഡോ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നവർ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോടൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സമയത്ത് തന്നെ വന്നത്. നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. ഇതിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്തിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ഡേറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി പറയട്ടെ, ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഫോർമാറ്റിലാണോ, നല്ല ക്വാളിറ്റി ഫയലാണോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഒരുപക്ഷെ 2 ദിവസത്തിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ആ റിജക്ഷൻ മാറുന്നതല്ല, അവരെടുത്ത് പറയുന്നുണ്ട്. സോ ക്ലിയർലി 2 ദിവസം നിങ്ങൾ ആക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാഞ്ഞ് വിഷമിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇതൊരു ഹാപ്പി ന്യൂസ് ആണെന്ന് കരുതുന്നു. മാത്രമല്ല ദിശ അക്കാഡമിയുടെ ചാനലിൽ ഇത്രയും ദിവസം SSC CHSLൻ്റെ ക്ലാസ് സീരീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ക്ലാസ് സീരീസ് ഫോളോ ചെയ്ത് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. ഇനി വരുന്ന ആഴ്ചയിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് സീരീസ്, ഫൈനൽ ലാപ്പ് ക്ലാസ് സീരീസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ലൈവായിട്ട് മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും GK എല്ലാം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ
മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ സീരീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ചാൻസ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.